ഇന്ന് നമ്മൾ ചപ്പാത്തിക്ക് ഒരു ചോളെ പനീറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ശരിക്ക് കൂട്ടാൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ചെയ്യണത്. അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണത് എടുത്തില്ല. അപ്പോൾ ചപ്പാത്തി ശരിക്കും പറഞ്ഞാൽ റാഗി പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തിയാണ്. അതായത് അര കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും അര കപ്പ് അളവിൽ തന്നെ റാഗിപ്പൊടിയും കൂടി ചേർത്തതാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഈ റാഗി ചേർക്കുമ്പോൾ അത്രത്തോളം സോഫ്റ്റ് ആവില്ല എന്നുള്ളതിന് ഒരു ചെറിയ ടിപ്പ്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അത് ആവാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിന് വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ആ കയ്യിൽ അവലുണ്ടെന്നുണ്ടെങ്കിൽ അവൽ പൊടിക്കുക, മിക്സിയിൽ ഡ്രൈ ആയിട്ട് പൊടിച്ചെടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ അവലിൻ്റെ പൊടിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അര കപ്പ് ഗോതമ്പ് പൊടിക്ക് അര കപ്പ് അളവിൽ തന്നെ റാഗി പൊടി എന്നുള്ള അളവിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോളെ പനീർ, അതായത് വെള്ളക്കടലയും പനീറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതാണ് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ പല രീതിയിലും നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണതുമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ ആദ്യം ചെയ്യണത് ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് അളവിൽ വെള്ളം എടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ, ഞാൻ ടേബിൾ സ്പൂൺ അല്ല പറയണേ കേട്ടോ, ടീസ്പൂണാണ്, 1/4 ടീസ്പൂൺ അളവിൽ തേയില, അതായത് ചായല ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തനതായിട്ടുള്ള രീതിയിൽ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ബട്ടൂരയ്ക്കുള്ള ഒരു ചോള ബട്ടൂര അത് തയ്യാറാക്കണ സമയത്ത് നാച്ചുറൽ കളറായിട്ട് എടുക്കുന്നത് ഈ ഒരു ടീ ബാഗാണ്. അപ്പോൾ ഒരു ടീ ബാഗിന് പകരമാണ് നമ്മൾ ഇതുപോലെ, നമ്മുടെ കയ്യിൽ ടീ ബാഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് പകരം ഒരു ചെറിയ ഡിക്വേഷൻ തയ്യാറാക്കണം. അപ്പോൾ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കളർ കൊടുക്കും, ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് അതിന് കൊടുക്കുക. അത് ഓപ്ഷണലാണ് കേട്ടോ, ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കടല വേവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ വെള്ളം ഉണ്ടല്ലോ അത് നന്നായിട്ട് അരിപ്പയിൽ അരിച്ചതിന് ശേഷം ആ കടലയിൽ ചേർത്ത് വേവിക്കുമ്പോൾ തനതായിട്ടുള്ള ആ ഒരു സ്വാദ്, അതായത് എല്ലാ സ്പൈസസിനെ ഒന്ന് ബാലൻസ് ചെയ്യണ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള കളർ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് കടല വേവിക്കണം. വെള്ളക്കടലയാണ് എടുക്കേണ്ടത്. 1 കപ്പ് അളവിലാണ് കടല കേട്ടോ. 7 മണിക്കൂർ നേരമെങ്കിലും കുതിർത്തിട്ടുള്ള വെള്ളക്കടലയാണ്. ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചായപ്പൊടി തിളപ്പിച്ച് അത് അരിപ്പയിൽ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 ഗ്ലാസോളം ഉണ്ട്. പക്ഷേ 1 കപ്പ് കടലയ്ക്ക് നമുക്ക് ഇതിൽ 1/4 ഗ്ലാസ് അളവിൽ, എനിക്ക് തോന്നുന്നു ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് ഇത് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ തേയില ഇട്ട് തിളപ്പിക്കണത് ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ അത് ഒരിക്കലും മുഴുവനായിട്ട് ചേർക്കരുത്. ഒരു 4-5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഇതിലൊരു 1/4 ഗ്ലാസ് അളവിൽ മാത്രമാണ് കടല വേവിക്കുമ്പോൾ ഇത് ചേർക്കാനായിട്ട് പാടുള്ളൂ. നമുക്ക് ഈ ഒരു മസാല ഫ്രഷ് ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പം അതിനുവേണ്ടി വറുത്ത് പൊടിക്കാൻ ആദ്യം വേണ്ടത് 2 ഏലക്കായാണ്, 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം, 1/4 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, 4 വറ്റൽമുളക്, കശ്മീരി അല്ല കേട്ടോ, ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു 5-6 മുഴുവൻ കുരുമുളക് ഇല്ലെങ്കിൽ അവസാനം കുറച്ച് കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. ഇതാ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്വാദ് അധികം വേണ്ട, ഒറ്റ മതി. ഇനി വേണ്ടത് മല്ലിയാണ് കേട്ടോ. മല്ലി 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മല്ലി എടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലി എടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ കടല വേവിച്ചിട്ട് ആ കടല മാറ്റി അതേ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ, അതിലേക്ക് ഇതുപോലെ ഇല ഉണ്ടല്ലോ, ബേ ലീഫ്, അതുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുത്താൽ അതൊരു പ്രത്യേക സ്വാദായിരിക്കും. പിന്നെ ചേർക്കേണ്ടത് സവാളയാണ്. 2 ഇടത്തരം വലിപ്പമുള്ള സവാള എടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കണം. കുറച്ചൊരു ഉപ്പിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ചെറിയ രീതിയിൽ നിറം മാറണം കേട്ടോ ഉള്ളിയുടെ. ഇനി വെളുത്തുള്ളി ഒട്ടും ഉപയോഗിക്കാത്തവർ വെളുത്തുള്ളിയുടെ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് വെളുത്തുള്ളി ഇല്ലാതെ വെച്ച് നോക്കിയാലും സ്വാദിൽ ഒരുപാടൊന്നും വ്യത്യാസം വരില്ല കേട്ടോ. അങ്ങനെ ചെയ്യാം. ഉള്ളി ഒന്നായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി അരച്ച പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 ഇടത്തരം വലിപ്പമുള്ള തക്കാളി, അതായത് 2 ഇടത്തരം വലിപ്പമുള്ള ഉള്ളിക്ക് 3 ഇടത്തരം വലിപ്പമുള്ള തക്കാളി അരച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു തിക്നെസ് തോന്നും. അരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ അരച്ചിട്ടിടുമ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്രേവി തിക്കായിട്ട് കിട്ടും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടല്ലോ, ഒരു 5-6 മിനിറ്റ് നേരം നമുക്കൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലക്കൂട്ടിൽ 4 വറ്റൽമുളക് ചേർത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അതിന് അത്യാവശ്യം എരിവുണ്ട്. അതിന് പുറമേ നമുക്കിതാ
ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതാണ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൊടി. അതിൽ നിന്നും 3 ടേബിൾ സ്പൂണോളാണ് ഞാൻ ചേർക്കണത് കേട്ടോ. മൊത്തം പൊടിച്ചിട്ടുള്ള അളവെന്ന് പറയുന്നത് എനിക്കൊരു 4-4.5 ടേബിൾ സ്പൂൺ ഉണ്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തത്. അത്രയെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിഞ്ഞു കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ പൊടിച്ചത് മുഴുവൻ എടുക്കണമെന്നില്ല, നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കടലയിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ചെറുതീയിൽ വെച്ചിട്ട് ഈ പൊടിയുടെ ഒരു പച്ച വാസന മാറാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് നേരത്തോളം പൊടി ഒന്ന് ചെറുതീയിൽ വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നേരം ചെറുതീയിൽ വെച്ച് പൊടികളുടെ ആ ഒരു പച്ചവാസന മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കടല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കടല ചേർക്കണം കേട്ടോ. കടലയിലുള്ള വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക. പിന്നെ പോരാത്തതിന് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് സ്റ്റീൽ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ്സോ 1/4 ഗ്ലാസ്സോ ഒക്കെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കടല ചേർത്തിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ പനീർ ചേർത്ത് കൊടുക്കുന്നത്. 200 ഗ്രാമാണ് പനീർ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പനീറിനൊരു ചെറിയ വേവ് ഉണ്ടാവുമല്ലോ, ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം വേവിച്ച് കഴിഞ്ഞാൽ പനീർ വെന്ത് കിട്ടും. അപ്പോൾ ഇതൊരു ഗ്രേവി ഒരു കറക്റ്റ് പാകമാണ്. ഇനി ഇത് ഇരിക്കുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ അതിന് ശേഷം ഈ ഇല നമുക്ക് എടുത്ത് മാറ്റണം. ഇനി അവസാനമായിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കണേ. ഈ കസൂരി മേത്തിയും കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഒരു 1/2 മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ അധികം പുളി വേണ്ടാന്നുള്ളവർക്ക് അത് വേണ്ട. ഞാൻ എന്തായാലും ഒരു 1/2 മുറി നാരങ്ങ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കളറ് കണ്ടോ, ശരിക്കും ആ ഒരു ഡാർക്ക് ബ്രൗൺ നിറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ചായയിൽ നമ്മൾ ചേർത്തുമല്ലോ, ചായയിൽ തിളപ്പിച്ച വെള്ളവും പിന്നെ ആ പൊടിക്കും ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളറാണ് പൊടിച്ച് വരുമ്പോൾ ഉണ്ടാവുക. കണ്ടോ, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടിയുടെ കളർ. നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ളത്. ഒരുപാട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണതാണ്. പിന്നെ ഇതിൽ പനീർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ചോള പനീർ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ പനീർ മിക്സ് ചെയ്തു. ഇത് വെള്ളക്കടല മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ചന ഭട്ടൂര നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടണ ആ രീതിയിൽ കടല മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാം.